ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരുഹൃദയ തിരുനാളിന്. ഈ വർഷത്തെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ജൂൺ 12 വെള്ളിയാഴ്ചയാണ് ആഘോഷിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ആരാധനക്രമമനുസരിച്ച് പെന്തക്കുസ്ത തിരുനാളിന് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. മനുഷ്യകുലത്തോടുള്ള ഈശോയുടെ അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായാണ് ഈ ദിവസം ആചരിക്കുന്നത്. ഫ്രാൻസിലെ വിസിറ്റേഷൻ മഠത്തിലെ അംഗമായിരുന്ന വിശുദ്ധ മാർഗരിത്ത മറിയം അലക്കോക്ക് എന്ന പുണ്യവതിക്ക് 1673-75 കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഭക്തി പ്രചരിച്ചത്. 1856 9 പിയൂസ് മാർപ്പാപ്പയാണ് ആഗോള കത്തോലിക്ക സഭ മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കാൻ ആഹ്വാനം നൽകിയത്. പുരോഹിതരുടെ വിശദീകരണത്തിനായും ലോക പ്രാർത്ഥനാ ദിനമായും വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ ദിനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ദിനം കൂടിയാണ് നാളെ. ഇന്ന് നാം ഓർക്കേണ്ട ഒരു സന്യാസിനിയുണ്ട്. ഈശോയുടെ തിരുഹൃദയവുമായി സ്വന്തം ഹൃദയം കൈമാറിയ ബെൽജിയത്തുകാരിയായ സന്യാസിനി വിശുദ്ധ ലൂട്ട് ഗാർഡിസ്. സഭയിൽ പഞ്ചക്ഷതധാരിയായി അറിയപ്പെടുന്ന ആദ്യത്തെ വനിതയായിരുന്നു അവർ. ബെൽജിയത്തിലെ ടോംഗ്രസ് എന്ന പട്ടണത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ 1182 ലൂട്ട് ഗാർഡിസ് ജനിക്കുന്നത്. 12-ാം വയസ്സിൽ അവളുടെ വിവാഹത്തിനായി കരുതിവെച്ച സ്ത്രീധനം ഒരു കപ്പലപകടത്തിൽ നഷ്ടപ്പെട്ടതിനാൽ മനസ്സോടെയാണ് അവൾ ബെനഡിക്റ്റൻ സഭയിൽ ചേരുന്നത്. എന്നാൽ 17-ാം വയസ്സിൽ അവൾക്കുണ്ടായ ഒരു അലൗകികമായ അനുഭവം അവളുടെ ജീവിതത്തെ സമൂലം മാറ്റി. അവൾ സന്ദർശന മുറിയിലായിരിക്കുമ്പോൾ ഈശോ തൻ്റെ പിളർക്കപ്പെട്ട ഹൃദയവും തിരുമുറിവുകളുമായി ലൂട്ട് ഗാർഡിസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മധ്യകാലഘട്ടത്തിലുണ്ടായ ആദ്യ തിരുഹൃദയ ദർശനമായാണ് ഈ പ്രത്യക്ഷീകരണത്തെ മനസ്സിലാക്കുന്നത്. തുടർന്നും നിരവധി തവണ ഈശോയുടെ തിരുഹൃദയ ദർശനങ്ങൾ അവൾക്ക് ലഭിച്ചു. ഒരു ദർശനത്തിൽ ഈശോയുമായി ഹൃദയം കൈമാറുന്നതായി അവൾ അനുഭവിച്ചു. ആ സന്ദർഭത്തിൽ ഈശോ അവളോട് ചോദിച്ചു, ഇപ്പോൾ നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് നിന്റെ ഹൃദയം വേണമെന്ന് അവൾ മറുപടി നൽകി. നിനക്കെൻ്റെ ഹൃദയം വേണോ? എങ്കിൽ എനിക്ക് നിന്റെ ഹൃദയവും വേണം. ഇതായിരുന്നു ഈശോയുടെ പ്രത്യുത്തരം. ഇത് കേട്ട ലൂട്ട് ഗാർഡിസ് ഇങ്ങനെ മറുപടി നൽകി, എൻ്റെ പ്രാണനാഥ, എൻ്റെ ഹൃദയം നീ എടുത്തുകൊള്ളുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ സ്നേഹം എൻ്റെ ഹൃദയത്തോട് അലിഞ്ഞു ചേരുന്ന വിധത്തിൽ അത് സ്വീകരിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയത്തെ നിന്നിൽ സ്വന്തമാക്കും. നിന്റെ സംരക്ഷണത്തിൽ അതെപ്പോഴും സുരക്ഷിതമായി നിലകൊള്ളുകയും ചെയ്യും. അഗാധമായ പ്രാർത്ഥനാ ജീവിതവും താപസവും നയിച്ചിരുന്ന ലൂട്ട് ഗാർഡിസ് 3 പ്രാവശ്യം 7 വർഷക്കാലം വീതം ഉപവസിച്ചു. ഇക്കാലയളവിൽ അപ്പവും വെള്ളവും മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം. ഓരോ ഉപവാസവും ഈശോയുടെ നിയോഗങ്ങൾക്കായാണ് ഈ വിശുദ്ധ സമർപ്പിച്ചത്. ആദ്യത്തേത് പാഷാണ്ഡികളുടെ മാനസാന്തരത്തിനായിരുന്നു എങ്കിൽ രണ്ടാമത്തേത് പാപികളുടെ രക്ഷയ്ക്കും മൂന്നാമത്തേത് സഭയെ ഭീഷണിപ്പെടുത്തിയ ഫ്രെഡറിക് II ചക്രവർത്തിക്ക് വേണ്ടിയുമായിരുന്നു. 1246 ജൂൺ 16 ലൂട്ട് ഗാർഡിസ് നിത്യസമ്മാനത്തിനായി യാത്രയായി. 1973 ക്ലെമന്റ് 12 മാർപ്പാപ്പ ഇവരെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത്. ലൂട്ട് ഗാർഡിസ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഈ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയവുമായി കൈമാറാം. ഈശോയുടെ തിരുഹൃദയം നമ്മിലേക്കും നമ്മുടേത് അവനിലേക്കും എത്തട്ടെ. എത്ര അകന്നാലും അണയാത്ത സ്നേഹവും എത്ര അടുത്താലും പിടികിട്ടാത്ത സ്നേഹവുമായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പുഴ കടലിൽ ചേരുന്നത് പോലെ നമുക്കൊഴുകാം. ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പമുള്ള പ്രാർത്ഥന കുടുംബനാഥൻ ചൊല്ലും. മറ്റംഗങ്ങൾ ഏറ്റുചൊല്ലാം.